أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിരന്തരമായി നിലനിർത്തുകയും അവന് വഴിപ്പെട്ട് ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. മതത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. മതം ദുനിയാവുണ്ടാക്കാനുള്ള ഒരു തണലായി പലരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികൾ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വ്യക്തമായ അറിവും പഠനവും മതത്തെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ അറിവില്ലായ്മയും മതത്തിനെക്കുറിച്ചുള്ള ധാരണക്കുറവും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായി ഇത് തുടർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിരന്തരമായി മതത്തിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയത്. മതം പഠിച്ചവരാണ്, അഥവാ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമാണ് സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. മതത്തിന്റെ പേരിലുള്ള ഈ ചൂഷണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരേ പ്ലാറ്റ്ഫോമിലുള്ള ഒരേ വേദിയിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളും സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ അത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഏത് കാലത്തും ചൂഷണം ചെയ്തവരൊക്കെയും ഉപയോഗിച്ചത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു വസീലയെ വെക്കുന്നു, ഒരു മാർഗത്തെ, ഒരു ഇടയാളനെ വെക്കുന്നു. ആ ഇടയാള വസ്തു അത് നിശ്ചയിക്കുന്നവർ ആളുകളെ ചൂഷണം ചെയ്യാണ്. അള്ളാഹുവിലേക്ക് നേരിട്ടുള്ള ബന്ധപ്പെടൽ, അള്ളാഹുവിനോട് നേരിട്ട് കാര്യം പറയൽ, ഒരു ഇടയാളനില്ലാത്ത ഏതൊരു അവസ്ഥയും ഇബാദത്തിൽ വരുമ്പോൾ മാത്രമാണ് അത് സ്വീകരിക്കപ്പെടുക. ഇപ്പൊ നമ്മൾ തന്നെ നാട്ടില് ഏതെങ്കിലും ഒരു കാര്യം, ഒരു കച്ചവടം കൊടുക്കൽ വാങ്ങൽ, അതിലൊക്കെ ഇടയാളന്മാരുണ്ടെങ്കിൽ അവർക്കൊരു കമ്മീഷൻ അതിന് കൊടുക്കേണ്ടി വരും. അതങ്ങനെ തന്നെയാണല്ലോ.
ഒരു ഇടപാട് നേരിട്ട് നടത്തുകയാണെങ്കിൽ ആ നേരിട്ട് നടത്തുന്നതിന് കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള കച്ചവടം നടന്നാൽ മതി. എന്നാൽ ഒരു ഇടയാളൻ അതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അയാൾ ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും ഇയാൾക്ക് കമ്മീഷൻ കൊടുക്കണം. ഇത് തന്നെയാണ് മതത്തിന്റെ കാര്യത്തിലും പച്ചയായി കാണുന്നത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ അള്ളാഹു കരീബാണെന്ന് പറഞ്ഞു. എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ നീ പറയേണ്ടത് റഹ്മാനാണെന്നോ റഹീമാണെന്നോ വദൂദാണെന്നോ ഒന്നുമല്ല, കരീബ്, ഏറ്റവും അടുത്തവൻ. ഇസ്മു തഫ്ലീല. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ജീവനാടിയേക്കാൾ ഏറ്റവും അടുത്തവൻ. ഇടയാളന്മാര് വേണ്ടെന്നാണ്. ഇവിടെയാണ് ഇടയാളന്മാരാക്കി വലിയകളെ, ഔലിയാക്കളെ വെച്ചത്. എന്നിട്ട് ആ ഔലിയാക്കൾക്ക് ചില കറാമത്തുകൾ നിശ്ചയിച്ചു. ആ കറാമത്തുകൾ പറഞ്ഞ് അള്ളാഹുവിനേക്കാൾ ഉന്നതിയിലേക്ക്, അതിനും അപ്പുറം എത്തുന്ന അവസ്ഥയിലേക്ക് കറാമത്തുകൾ പറഞ്ഞ് മഹാന്മാരായ ആളുകളെ എത്തിച്ചു. ഇപ്പൊ തർക്കം അതാണ്. ഒരു പണ്ഡിതൻ വാദപ്രതിവാദ സ്റ്റേജുകളിലൊക്കെ പണ്ടേയുള്ള ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ പറഞ്ഞു, കറാമത്ത് പറയുമ്പോൾ ഒന്ന് നോക്കി പറയാ. ചില പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കറാമത്തുകൾ പറയുമ്പോൾ നിങ്ങൾ ജനങ്ങളോട് പറയുമ്പം ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ചില ആളുകൾ, അതേ വേദിയിലുള്ള ആൾക്കാർ വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാണ്. ഷഹാദത്ത് കലിമ പഠിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പഠിക്കണം. ആരാണ് അള്ളാഹുവിനേക്കാൾ ഏത് വലിയനെയാണ് ഉയർത്തിയത്? അള്ളാഹു മക്കളില്ലാത്തവരല്ലേ, ആരുടെയും സന്താനമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ വലിയ അത് ഏതെങ്കിലും മറമാടപ്പെട്ട ഒരു ഷെയ്ഖ്, അയാൾക്ക് വാപ്പുണ്ടല്ലോ ഉമ്മണ്ടല്ലോ, പിന്നെ എങ്ങനെ അള്ളാനെ പോലെയാകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെയാണ് അറിവില്ലായ്മ പുറത്തു വരുന്നത്. ഒരു കല്ലിനെ ആരാധിച്ചാൽ ആ കല്ല് ഇലാഹാണ്. ഒരു വ്യക്തിയെ ആരാധിച്ചാൽ ആ വ്യക്തി ഇലാഹാണ്, ആരാധ്യനാണ്. ആരാധന ആർക്കൊക്കെ അർപ്പിക്കുന്നു അതൊക്കെ ആരാധ്യന്മാരാണ്, ഇലാഹുകളാണ്. എന്താണ് ആരാധന? പ്രാർത്ഥനയാണ് ഇബാദത്ത്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പറഞ്ഞാൽ, അതിലേക്ക് അടുക്കാൻ ഇടയാളന്മാരെ വെച്ചാൽ അത് ശിർക്കാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹനെ അറിയാത്തതല്ലല്ലോ, പിന്നെന്താ അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അള്ളാഹിന്റെ റസൂൽ ചെയ്ത ഒരേ ഒരു പണി എന്താണ്? ഇടയാളനില്ലാതെ ആകാം മരവർഷിപ്പിക്കണത് അള്ളാഹ്, കുട്ടികളെ തന്നത് അള്ളാഹ്, ആകാശം കൊണ്ട് സൃഷ്ടിച്ചതല്ല അള്ളാഹ്, പിന്നെ എന്തിന് അള്ളാഹുവല്ലാത്തവരോട് നിങ്ങൾ ഈ സങ്കടം പറയണം? അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങള് അവരെ ഇടയാളന്മാരാക്കി വെക്കണെന്നാ. മാനഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രം. ഇവിടെയാണ് അള്ളാഹ് പറഞ്ഞ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകൾ. നിങ്ങൾ അങ്ങനെ കുറെ ഔലിയാക്കന്മാരെ തേടി പോകണ്ട അള്ളാഹുവിന്റെ അടുക്കലേക്ക്. പരിശുദ്ധ ഖുർആനിൽ വലിയ എന്ന വാക്ക് 44 തവണയും അതിന്റെ ബഹുവചനമായ ഔലിയ എന്ന വാക്ക് 43 തവണയും പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്, വ്യത്യസ്ത അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തും അള്ളാഹ് പറയാണ്, ഇന്ന വലിയല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ്, ഈ ഗ്രന്ഥം ഖുർആൻ ഇറക്കി തന്ന അള്ളാഹുവാണ് എന്റെ വലിയ. അള്ളാഹ് പറയിപ്പിക്കുകയാണ്, വല്ലാഹു വലിയുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ വലിയ അള്ളയാണ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ, എല്ലാ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അള്ളാഹുവാണ് മുഅ്മിനീങ്ങളെ വലിയ. അൻത വലിയുനാ ഫഗ്ഫിർ ലനാ, പ്രാർത്ഥന പഠിപ്പിക്കുക. അല്ലാഹുവേ നീയാണ് ഞങ്ങളെ വലിയ, പുറത്തുകൊണ്ട്. സുബ്ഹാനക അൻത വലിയുനാ, നീ എത്ര പരിശുദ്ധനാണ്, നീയാണ് ഞങ്ങളെ വലിയ. ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലിയി ഫി ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങളെ വലിയ പടച്ചോനെ നീയാണ്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി അള്ളാനെ. ഇനി അള്ളാഹുവിന് പുറമെ വലിയകളെ സ്വീകരിച്ചവർ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവരൊക്കെ പറഞ്ഞ വാക്ക് മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ സ്വീകരിച്ചതെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്കൊരു വലിയും വേണ്ട. മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹ്ക്ക് പുറമെ നിനക്കൊരു വലിയും ഉണ്ടായിക്കൂടാ. ലൈസ ലഹും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ ഷഫീഅ്, ഒരു ശുപാർശകനും വലിയും അള്ളാഹിനെ കൂടാതെ ഉണ്ടാകാൻ പാടില്ല. വമാ ലഹും മിനൽ അർദ് വമാ ലഹും ഫിൽ അർളി മിൻ വലിയ്യിൻ വലാ നസീർ, ഭൂമിയിൽ അള്ളാഹു അല്ലാതൊരു വലിയും സഹായി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് ചോദിച്ചു, അമിത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ഔലിയാക്കളെ സ്വീകരിക്കുകയാണോ? വല്ലാഹു ഹുവൽ വലിയ്യ്, നാം മനസ്സിലാക്കിക്കോ, അള്ളാഹുവാണ് വലിയ. വമാ കാന ലഹും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു ഔലിയാക്കളും ഉണ്ടാകാൻ പാടില്ല.
വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, അല്ലാഹുക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ മനസ്സിലാക്കണം, അല്ലാഹു ഹഫീദുൻ അലൈഹിം, അല്ലാഹു നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. അല്ലാഹു മതി സഹായിക്കാൻ. എന്താ വലിയ സഹായിയാണ്. അള്ളാഹിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അപ്പൊ പിന്നെ വലിയും ഔലിയാവും കറാമത്തൊന്നും ഇല്ലേ? ഉണ്ട്. അത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്, എന്താണ് കറാമത്ത്, വ്യക്തമായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്ന മിൻ ഇബാദി, റസൂൽ പറയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹി ഇബാദൻ യഗ്ബിതുഹുമുൽ അംബിയാഉ വശുഹദാ, അള്ളാഹിന്റെ അടിമകളിൽ ചില അടിമകളുണ്ട്, അവര് അമ്പിയാക്കളെ ശുഹദാക്കളെ പദവി സ്വീകരിക്കും, ആ പദവിയിലേക്ക് അവരെത്തും. ഖാലു, അവർ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അള്ളാഹിന്റെ റസൂലെ അവര്? എന്തിനാണ് ആ ചോദിച്ചതെന്നറിയോ? അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആരാധിക്കാനൊന്നല്ല. പിന്നെ എന്തിനാണ് അവർ ചോദിച്ചത്? ലഅല്ലനാ നുഹിബ്ബുഹും, ഞങ്ങൾക്ക് അവരെ അങ്ങേയറ്റം സ്നേഹിക്കാമല്ലോ, ഞങ്ങൾക്ക് അവരെ അങ്ങേയറ്റം സ്നേഹിക്കാമല്ലോ, ആ മാർഗം ഞങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ. അതുകൊണ്ട് ആരാണ് അള്ളാഹിന്റെ അടിമകളിൽ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും പദവിയിലെത്തുന്നത്? റസൂൽ പറഞ്ഞു, ഖാല ഹും ഖൗമുൻ, ഒരു ജനങ്ങളാണ്, ഒരു ജനതയാണ് അവര്, തഹാബു ഫില്ലാഹി മിൻ ഗൈരി അംവാലിൻ വലാ അൻസാബിൻ, മുതലോ മറ്റ് ബന്ധങ്ങളോ നോക്കാതെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണ്. പൈസ ഉണ്ടാക്കാനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ടല്ല, സ്ഥാനമാനങ്ങളും മുതലും ആഗ്രഹിക്കാതെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണവർ. വുജൂഹുഹും നൂറുൻ അലാ മനാബിരിൻ മിൻ നൂരിൻ, അവരെ മുഖത്ത് പ്രകാശത്തിന്റെ ഗോപുരങ്ങൾ ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്. എന്നിട്ട് പറഞ്ഞു, വലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങൾ പേടിക്കുന്നതിന് അവർ പേടിക്കൂല. വലാ യഹ്സുനൂന ഇദാ ഹസനന്നാസ്, ജനങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന, ജനങ്ങൾ ദുഃഖിക്കുന്ന കാര്യങ്ങൾ അവരെ ദുഃഖിപ്പിക്കുകയും ചെയ്യൂല. ജനങ്ങൾ പേടിക്കണ കാര്യം ഒരു പേടിക്കൂല. ജനങ്ങൾ സങ്കടപ്പെടുന്ന വിഷമിക്കുന്ന കാര്യങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും അവർ വിഷമിക്കൂല. കാരണം അവർക്ക് അല്ലാഹുവിൽ അജഞ്ചലമായ വിശ്വാസമുണ്ട്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഓതിക്കൊടുത്ത ആയത്താണ് സൂറത്ത് യൂനുസിലെ 62 മുതൽ 64 വരെയുള്ള ഞാൻ ഓതിയ ആയത്ത്. ഈ ഹദീസ് പറഞ്ഞിട്ട് റസൂൽ ഇത് പറഞ്ഞിട്ട് ഓതിക്കൊടുക്കാണ്, അലാ, അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാഹിന്റെ വലിയകൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് സങ്കടപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കുകയില്ല, സങ്കടപ്പെടുകയില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, നല്ല ഈമാനുള്ളവരും നല്ല തഖ്വയുള്ളവരാണ് അവര്. ഈമാനും തഖ്വയുമുള്ളവരാണവർ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവർക്ക് ഇഹലോകത്തും പരലോകത്തും സന്തോഷ വാർത്തയുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ദാലിക ഹുവൽ ഫൗസുൽ അലീം, ആ സന്തോഷ വാർത്ത തന്നെയാണ് ഏറ്റവും മഹത്തായ വിജയം. പരിശുദ്ധ ഖുർആന റസൂൽ ഇത് പറഞ്ഞിട്ടാണ് ഈ വാക്ക് പറഞ്ഞത്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വലിയകൾ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ആദരവാണ് കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് എന്നാണ് അർത്ഥം. അത് കച്ചവടം ചെയ്യാനുള്ള വസ്തുവല്ല, ആദരവാണ്. മനുഷ്യനെ എല്ലാവരെയും അള്ളാഹ് ആദരിച്ചിട്ടുണ്ട്. കറംനാ ബനി ആദം, എല്ലാ മനുഷ്യന്മാരെയും ആദരിച്ച്. അതെങ്ങനെ ആദരവ്? മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഒരുപാട് ആദരവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അവിടെ മുഅ്മിന് കാഫിറൊന്നും വ്യത്യാസമില്ല. മറ്റ് ജീവജാലങ്ങളെക്കാൾ ഒരു ആദരവ് പടച്ചോൻ നമുക്ക് തന്നില്ലേ? എന്തെല്ലാം ആദരവുകളുണ്ട്? ആ ആദരവുകൾ എല്ലാ മനുഷ്യന്മാർക്ക് അള്ളാഹ് കൊടുത്തു. കറംനാ ബനി ആദം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇനി മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ആദരവാർക്ക, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ തഖ്വ കൂടി എത്ര തഖ്വയുണ്ടോ ആ തഖ്വക്കനുസരിച്ചാണ് നിങ്ങൾക്ക് കറാമത്ത്. ഇന്ന അക്രമക്കും, നിങ്ങൾക്കുള്ള കറാമത്ത്, നിങ്ങൾക്കുള്ള ആദരവ് അള്ളാഹിനടുക്കൽ നിങ്ങളുടെ തഖ്വ അനുസരിച്ചാണ്. അത് കറാമത്ത് കൊടുക്കുന്ന ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഏജൻസിയും ഒരു ഏജന്റും ഒരു വിഭാഗമൊന്നുമില്ല. വലു അന്ന അഹ്ലൽ ഖുറ, അതൊരു നാട്ടുകാരാകാം, ഒരു ഗ്രാമത്തിൽ മൊത്തമുള്ള ആൾക്കാരാകാം. വലു അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഖിന അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. തഖ്വണ്ടോ ഈമാനുണ്ടോ, അല്ലാഹ് ബറക്കത്തുമായി ആകാശത്തിന്റെ കവാടമിറക്കും ഗ്രാമങ്ങളിലേക്ക്. വലു അന്ന അഹ്ലൽ ഖുറ,
അള്ളാഹ് ഇറക്കും ആകാശത്തുനിന്ന്. അതൊരു വ്യക്തിക്ക് മാത്രമല്ല. സൂറത്ത് യാസീൻ, അതിലൊരു സാഹിബ് യാസീൻ ഉണ്ട്. ആരാ സാഹിബ് യാസീൻ? പട്ടണത്തിന് അങ്ങേ അറ്റത്തുനിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റണം. അള്ളാഹ് ഒരു നാട്ടിലേക്ക് 2 പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. നാട്ടുകാർ അമ്മാതിരി കൗമാണ്, ഒരാൾ പോയാൽ വിടൂല, 2 ആളെ പറഞ്ഞയച്ചു. അവർ സ്വീകരിച്ചില്ല. ഫഅസ്സസ്നാ ബിസാലിസിൻ, 3-മതൊരാളെ കൊണ്ട് ശക്തിപ്പെടുത്തി. എന്നിട്ടും അവർ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു, ലഇല്ലം തൻതഹു ലനർജുമന്നക്കും, നിർത്തിയിട്ടില്ലെങ്കിൽ എറിഞ്ഞോടിക്കും എന്നാ നാട്ടുകാർ പറഞ്ഞു. ഈ സമയത്ത് വജാ റജുലുൻ മിൻ അഖ്സൽ മദീന, ആ പട്ടണത്തിൽ ഒരു പാവം, ഒരു സാധു ഓടി വന്നിട്ട് പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിൻപറ്റണം, അവരെ പറയുന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കണം. അവരംഗീകരിച്ചില്ല. ഈ 3 പ്രവാചകന്മാരെയും കൊന്നു. അവരെ മുന്നിലിട്ടിട്ട് ഈ സാധു മനുഷ്യനെയും കൊന്നു. മരിക്കണ സമയത്ത് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ അവസ്ഥ എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. സാഹിബു യാസീൻ മരിക്കണ സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞുതരാം. എന്താണ്? യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് എനിക്കെല്ലാം പൊറുത്തു തന്നു. എന്നെ കൊന്ന സന്തോഷം ഇവർ ആഘോഷിക്കുകയാണ്. പക്ഷെ എന്റെ റബ്ബ് ഞാൻ ചെയ്ത തെറ്റൊക്കെ പുറത്തു തന്നു. വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് കറാമത്ത് നൽകിയിട്ടുണ്ട് അല്ലാഹു. വജഅലനി, എന്നെ അവൻ ഉൾപ്പെടുത്തി, മിനൽ മുക്രമീൻ, ആദരവ് നൽകപ്പെട്ടവരിൽ എന്നെ അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. സഹോദരന്മാരെ, കറാമത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം. അന്ന റജുലൈനി ഖറജ മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആൾക്കാർ നബിയുടെ അടുക്കൽ വന്നു. ആ നബിയുടെ അടുക്കൽ വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ദീന് പഠിച്ചു, ഖുർആൻ പഠിച്ചു. ഖുർആൻ പഠിക്കാൻ വേണ്ടി വരികയാണ്. ഖുർആൻ പഠിച്ചു, ദീന് പഠിച്ചു. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്ന് രാത്രിയായി. ഫീ ലൈലത്തിൻ മുദ്ലിമ, നല്ല ഇരുട്ടുള്ള കൂരാകൂരി ഇരുട്ടുള്ള രാത്രിയിലാണ് അവർ 2 പേരും റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണത്. വെളിച്ചല്ല അവരെ കയ്യിൽ, ടോർച്ചും ചൂട്ടും ഒന്നുമില്ല അവരെ കയ്യിൽ, വെളിച്ചൊന്നുമില്ല. ഈ സമയത്തതാ ഫഇദാ നൂറുൻ ബൈന ഐദീഹിമ, 2 പേരുടെ മുന്നിൽ ഒരു പ്രത്യേക പ്രകാശം, ഒരു വെളിച്ചം. ആ വെളിച്ചത്തിലൂടെ അവരങ്ങനെ നടന്നുപോയി. ഹത്താ തഫറഖ, അങ്ങനെ 2 പേരും 2 വഴിയിലേക്ക് തിരിഞ്ഞു, വീട്ടിലേക്ക് തിരിഞ്ഞു. ഫതഫറഖ നൂറു മഅഹുമ, ഈ പ്രകാശം ആ 2 വഴിക്കായിട്ട് വേർതിരിഞ്ഞു പോയി. സ്വഹീഹായ ഹദീസാണ്, സംശയം വേണ്ട. ഇത് അവർക്ക് അല്ലാഹു കൊടുത്ത കറാമത്താണ്, ആദരവാണ്. സഹോദരങ്ങളെ, ഇവരാരും കച്ചവടം ചെയ്തിട്ടില്ല, ബിസിനസ് ആക്കിയിട്ടില്ല, ഇവരാരും കറാമത്ത് വിറ്റിട്ടില്ല. ആരാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും. ഇവരാണ്. ഇവർക്കൊക്കെ കറാമത്ത് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പറയാൻ സമയമല്ല, എമ്പാടും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ അവരാരും അവരുടെ എന്നും ഖബറിൽ വേറൊരാളും പോയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, അവരെ ഇടയാളനാക്കി ദുആ ചെയ്തിട്ടില്ല. ആരാ അബൂബക്കർ സിദ്ദീഖിനെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചത്? ഇല്ല. അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ കാര്യം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിശദീകരിച്ചു. ആ ആയത്തും ഹദീസും ഞാൻ പറഞ്ഞു. അവരാരും ഇത് ചെയ്തിട്ടില്ല. അവരൊക്കെയാണ് വലിയകളെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്തുള്ള ആളുകൾ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ റഅയ്തും റജല യംശി അലൽ മാ, ഒരാള് വെള്ളത്തിന് മേലെ നടക്കണത് കണ്ടാൽ, ഔ യതീറു ഫിൽ ഹവാ, വായുടെ പറക്കണ നിങ്ങൾ കണ്ടാൽ, ഇമാം ഷാഫിന്റെ വാക്കാ, നിങ്ങൾ ഫലാ തഖ്തറു ബിഹി, വഞ്ചിതരാകണ്ട. ഇനി അത് കണ്ടിട്ട് പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും പോണ്ട. അതൊക്കെ മാജിക് പലതും ഇവിടെ നടക്കും. ഇമാം ഷാഫി പറയാണ്, അതുകൊണ്ട് അംറഹു അലൽ കിതാബി വസ്സുന്ന, നിങ്ങൾ ഇങ്ങനെ എന്ത് കണ്ടാലും കിതാബു സുന്നത്തും കൈവിടണ്ട. അള്ളാന്റെ ഖുർആനും റസൂലിന്റെ ചര്യയും അത് കൈവിടണ്ട. പറക്കണത് കണ്ടാലും നടക്കണത് കണ്ടാലും ഇത് ഇമാം ഷാഫിയുടെ വാക്കാണ്. നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അദൃശ്യജ്ഞാനമുണ്ട്, മറഞ്ഞ കണ്ണുണ്ട്, മറഞ്ഞ കാര്യങ്ങൾ അറിയും, മറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അവർക്കറിയും. ഇപ്പൊ ഇന്ന് മറ്റേ പണ്ഡിതനെ ക്രോസ് ചെയ്ത ഈ പണ്ഡിതൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ആകാശത്തിൽ പോണ വിമാനം പിടിച്ച് അതിങ്ങനെ നിയന്ത്രിച്ച് തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടണ്ട എന്നാ പറഞ്ഞത്. അത് പറയാൻ പറ്റൂല എന്നാരെയാ പറഞ്ഞതാ? ഒരു പണ്ഡിതൻ പറയാണ് അത് പറയാൻ പറ്റൂല, അത് നിയന്ത്രിക്കണം, മറ്റേ അത് പറയണം എന്നാ പറഞ്ഞത്. ഇവിടെയാണ് തർക്കമുള്ളത്. ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തെല്ലാം കള്ളക്കഥകളാണ്. അപ്പൊ മറഞ്ഞ ദൃഷ്ടി, മറഞ്ഞതറിയുമെങ്കിൽ ആ പാവം അർജുന് ദിവസങ്ങളായി മണ്ണിന്റെ അടി കിടക്കുകയാണ്. ആ ലോറിയും എത്രയായി, ഏകദേശം 2 ആഴ്ചയുടെ അടുത്താവാനായി. എത്ര കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റുകൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്നാ പിന്നെ ഏതെങ്കിലും ഒരു ഇതൊക്കെ അറിയണ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാളെ പറയണത്. ഒന്ന് പോയിട്ട് നോക്കിയിട്ട് അതൊന്ന് കാണിച്ചു കൊടുത്ത് പുറത്തെടുത്തൂടെ?
എന്താ അവിടേക്കൊന്നും എത്താത്തത്? ആ പോയത് വള്ളത്തിൽ പോയത് ഒരു തീപ്പെട്ടി ഒന്നല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ. എന്താ അത് ഉപയോഗിച്ചൂടെ? ആവശ്യമുള്ളിടത്ത് ഉപയോഗിച്ചൂടെ? അപ്പോൾ ഈ കള്ളക്കഥകൾ സഹോദരങ്ങളെ, ഇത് പരസ്യങ്ങളായി വരികയാണ്. ഇത് കച്ചവടാണ്, കച്ചവടത്തിനാണ് പരസ്യം. എന്തിനാണ് പരസ്യം? ജാറം വിൽപ്പനക്ക് പരസ്യമാണ്. ഒരു ജാറവും മറ്റു ജാറവും തമ്മിൽ മത്സരമാണ്. അവിടെയുള്ള കറാമത്ത് ഇവിടെയുള്ള കറാമത്തും മത്സരമാണ്. അത് പരസ്യമാണ്. ഈ കറാമത്തുകൾ പരസ്യമാക്കി കൊടുക്കുകയാണ് എല്ലാം. ഇപ്പൊ ഇന്നൊരാൾ എനിക്ക് അയച്ചു തന്നതാണ്. ഒരുപാട് ആൾക്കാരുടെ സ്റ്റാറ്റസ് വെച്ചൊരു സംഗതി. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തിന്റെ ഉള്ള ആളുകളൊക്കെ സ്റ്റാറ്റസ് വെച്ചൊരു സംഗതി എന്താണെന്നറിയോ? അത് ആ സ്റ്റാറ്റസ് ഇങ്ങനെ ഒരു പരസ്യമാണ്. വർഷങ്ങളായി ആയിരങ്ങൾക്ക് ആശ്വാസം നൽകിയ കുടുംബജീവിതത്തിലെ പ്രശ്നപരിഹാരത്തിന് ഇതാ അൽ-ഫതഹ് ഏലസ്, ഒരു ഏലസിന്റെ പരസ്യ. എന്നിട്ട് ഈ ഏലസ് കിട്ടിയ എന്തൊക്കെ ഗുണങ്ങൾ? 1, ഇണയിൽ അഥവാ ഭാര്യ ഭർത്താവ് ഇണയിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ. 2, ഇണയുടെ ദുശ്ശീലം മാറാൻ. 3, സന്താനങ്ങൾ ഉന്നതിയിലെത്താൻ. അടുത്തത് കുടുംബ വഴക്ക് മാറാൻ, ബ്രാക്കറ്റിൽ അമ്മായിമ്മ പോര്. അടുത്തത് സന്തുഷ്ട കുടുംബജീവിതത്തിന്. എന്നിട്ട് താഴെ റുപ്പീസ് 1371. ഉറുപ്പ്യ എത്രയാണ്? 1371 ഒരു ഏലസിന് അയച്ചു തരൂ. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ഏലസ് കെട്ടിയവൻ ഷിർക്ക് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏലസ് കെട്ടിയവൻ ഷിർക്ക് ചെയ്തു. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ഹദീസല്ലേ, നിഷേധിക്കാൻ കഴിയോ? എന്താണ് ഷിർക്ക്? നരകം നിർബന്ധമാക്കുന്നു. ഈ 1371 കൊണ്ട് വാങ്ങണത് നരകമാണ്. സ്വർഗം ഹറാമാണ്. എന്നേക്കും ഹറാമായത് സ്വർഗമാണ്. പാപം പൊറുക്കപ്പെടാത്ത പാപമാണ്. സകല കർമ്മങ്ങളും നിഷ്ഫലമാകും, ഇബാദത്തുകൾ നിഷ്ഫലമാകും. അപ്പൊ ഈമാനും തക്കവയും ജീവിതത്തിലുള്ളവരാണ് വലിയ ആള്. അപ്പൊ ജദ്ബിന്റെ ഹാലിൽ അവരെത്തും. അപ്പൊ അവർ കുളിക്കൂല, അവരിങ്ങനെ നിന്ന് മൂത്രമൊഴിക്കും, അവരിങ്ങനെ പലതും ചെയ്യും. പക്ഷെ അവർ വലിയാക്കളെന്നാ അല്ലെ? എങ്കിൽ ഏറ്റവും വലിയ ഔലിയാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ജദ്ബിന്റെ ഹാലിൽ എത്തിയോ? ഏതെങ്കിലും ഒരു സഹാബി ജദ്ബിന്റെ ഹാലിൽ എത്തിങ്ങാണ്ട് മാനസിക രോഗിയായത് എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി? മറ്റല്ല വലിയ ഔലിയാക്കന്മാര്, അവരെക്കാൾ വലിയ ഔലിയാക്കന്മാരുണ്ടോ? അപ്പോൾ ജദ്ബിന്റെ ഒരു മനസ്സിന് അസുഖം ബാധിച്ച ഒരാൾക്ക് അയാൾക്ക് വിചാരണയില്ല, തക്ലീഫില്ല, അയാൾ വിചാരണ ചെയ്യപ്പെടൂല. ആ സാധു അങ്ങനെ ജീവിക്കും. എന്നിട്ട് അതിനെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ച് ബാക്കിയുള്ളവരെ അമലുകൾ ബാത്തിലാക്കി സ്വർഗം നഷ്ടപ്പെടുത്തി നരകം നിർബന്ധമാക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്ന ഏറ്റവും ദുരന്തരകരമായ ഈ അവസ്ഥയിൽ നിന്ന് സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിന് മോചനം ഉണ്ടാവണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആളുകൾക്കറിയില്ല. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂടെ ജോലിക്ക് വരുന്നവര്, അവരൊക്കെ ഈ മേലസ് കെട്ടിയവരും ഇതുപോലെയുള്ള സ്ഥലങ്ങളെ സമീപിക്കുന്നവരുമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹ് പോരെന്ന് അല്ലാഹ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി ഹസ്ബി അല്ലാഹ്, കഫാ ബില്ലാഹി വക്കീല, കഫാ ബില്ലാഹി നസീറ, കഫാ ബില്ലാഹി ഷഹീദ, കഫാ ബില്ലാഹി അലീമ, കഫാ ബില്ലാഹി വക്കീല. വക്കീലായിട്ടുള്ള മതി, ഏൽപ്പിക്കാൻ സാക്ഷിയായിട്ടുള്ള മതി, എല്ലാം അറിയുന്നവനായിട്ടുള്ള മതി, നിന്നെ സഹായിക്കാൻ അല്ല മതി. കഫാ ബില്ലാഹി ഹാദിയം വ നസീറ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല പോരെ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി നമ്മൾ ഉറങ്ങുന്ന സ്ഥലമാണ് മൽജഅ. ഉറക്കമൊരു മരണമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു, ഞാൻ മരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അള്ളാന്റെ നാമത്തിൽ നമ്മൾ കിടക്കുന്നത്. ആ കിടക്കുന്ന സ്ഥലമാണ് മൽജഅ. എന്നും രാത്രി മരിക്കുന്ന സ്ഥലം നമ്മളെ ബെഡ് മൽജഅ. ഇനി അവസാനത്തൊരു മൽജഅ ഉണ്ട്. അതേതാ? തിരിച്ചു വരാത്ത, റൂഹിനെ തിരിച്ചു തരാത്ത ഒരു മൽജഅ ഉണ്ട്. അതാണ് നമ്മൾ മരിക്കുന്ന സ്ഥലം. ആ മരിക്കുന്ന സ്ഥലം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മരിക്കുന്ന സ്ഥലം അതൊരു വെന്റിലേറ്റർ ആവാം, ഒരു ICU ആവാം, അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ ടയറിന്റെ ചുവട്ടിലാകാം, ഏതെങ്കിലും റോട്ടിലോ നദിയിലോ കുളത്തിലോ പുഴയിലോ കടലിലോ ആകാശത്തോ എവിടെയുമാകാം. നമ്മുടെ മൽജഅ പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മൽജഅയിലേക്ക് നമ്മളെ ഇറക്കി കൊണ്ടുപോകുന്ന അള്ളാഹ് പറയാണ്, ലൗ കുൻതും ഫീ ബുറൂജിൻ ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന
കുത്തിബ അലൈഹിമുൽ ഖത്ലു ഇലാ മലാജിഇഹിം. നമ്മളെ മദ്ജഇലേക്ക് അള്ളാഹു നമ്മളെ ഇറക്കി കൊണ്ടുപോകുമെന്നാണ് സഹോദരങ്ങൾ. അതുകൊണ്ടാണ് തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ, നമ്മൾ രാത്രി നിസ്കരിക്കാൻ വേണ്ടി മദ്ജഇ നിൽക്കുന്ന ഖുർആൻ പറയാളക്കാരത. നമ്മൾ കിടക്കുന്ന സ്ഥലം, ഇനി നമ്മൾ മരിക്കുന്ന സ്ഥലം എവിടെ, അവിടേക്ക് നമ്മൾ തേടിയെത്തും. അള്ളാഹ് നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ്. വാഹനം തൻ്റെ ലോറിയുമായി പോയ സഹോദരൻ ഉറക്കം വരുമെന്ന് ഭയന്ന് ലോറി സൈഡാക്കിയതാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്, വാഹനം ഓടിക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും. ഉറക്കം വന്നാൽ പിന്നെ നമ്മൾ പറയും, ഉറക്കം വന്നാൽ പിന്നെ അവിടെ സൈഡാക്കിയിട്ട് കുറച്ചു നേരം ഉറങ്ങണം. ഉറക്കം വന്നാൽ പിന്നെ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാഹനം എടുത്തു പോയാൽ അപകടത്തിൽപ്പെട്ടാൽ മരണമുറപ്പാണ്. കാരണം ആക്സിലേറ്റർമാരെ കാലുണ്ടാവുക. ഉറക്കത്തിൽ അപകടത്തിൽ ഉറങ്ങിപ്പോയി, ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങിപ്പോയി അപകടത്തിൽപ്പെട്ടു, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ മരണസമാനമായ ബാക്കിയുള്ള ജീവിതം. അപ്പോ നമ്മൾ മരണത്തെ പേടിച്ചിട്ടാണ് റോഡിൽ സൈഡാക്കിയിട്ട് ഉറങ്ങണത്. ഈ സഹോദരൻ റോഡിൽ ലോറി സൈഡാക്കിയിട്ട് ഉറങ്ങാൻ വേണ്ടി കണ്ടെന്നതാ. കാരണം എന്താ, ഇനി ഓടിച്ചു പോയാൽ ഈ വണ്ടി അപകടത്തിൽപ്പെട്ട് ഞാൻ മരിച്ചേക്കാം, അതാണല്ലോ ചിന്ത. അതുകൊണ്ടൊന്ന് സൈഡാക്കിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ലോറി സൈഡാക്കിയതാ. പക്ഷേ മരണം വേറെ രൂപത്തിലാണ്. നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മളാരും സുരക്ഷിതരല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കുമ്പം, അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ വലിയ എന്ന സ്ഥാനത്തേക്ക് എത്തും. എല്ലാവരും, ഒരാൾക്ക് ഞാൻ വലിയ എന്നറിയില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് വലിയ ആയിട്ടുള്ള സ്ഥാനം ഉണ്ടാകും. അവൻ അള്ളാഹുവിന് ഒരുപാട് ആദരവുകൾ കൊടുക്കും, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് അവനെ രക്ഷപ്പെടുത്തും, അള്ളാഹ് അവൻ ചോദിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ അവന് പോലും അറിയില്ല. റസൂൽ പറഞ്ഞല്ലോ, എൻ്റെ വലിയനോട് ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചാൽ ഞാൻ അവനോട് സമരം പ്രഖ്യാപിക്കും, യുദ്ധം ചെയ്യും. ഒരാൾ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവൻ്റെ കണ്ണാകും കാതാകും എന്നൊക്കെ റസൂൽ പറഞ്ഞില്ലേ. അവൻ നടന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്നൊക്കെ പറഞ്ഞത് അള്ളാഹിൻ്റെ സഹായം നമ്മളിലേക്ക് ഉണ്ടാവുന്ന. അതുകൊണ്ട് സഹോദരങ്ങൾ, കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക, ചെയ്തുപോയ വന്നുപോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റു പറയുക, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് സമയത്തും നമുക്ക് നിശ്ചയിച്ച മൽജയിലേക്ക് നമ്മൾ എത്തും എന്നൊരു ഉറപ്പോടുകൂടി അറിവോടുകൂടി ജീവിക്കുക, മാറാൻ കഴിയും നമുക്ക്. അതിനുവേണ്ടി ഒരുങ്ങുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. രോഗികളായ പല ആളുകളുമുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും പ്രായമായ മാതാപിതാക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു അതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ, اللهم اشف مرضانا ومرضى المسلمين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.